രാവിലെ മോർണിംഗ് സോങ്ങിന് ശേഷം ഗബ്രി നേരെ വാഷ്റൂമിൽ പോയി ബ്രഷ് ചെയ്യുന്നുണ്ട്. ആ സമയത്തെല്ലാം തന്നെ ജാസ്മിൻ സൈഡിൽ നിൽക്കുകയാണ്. ജാസ്മിനോട് ഒന്നും തന്നെ ഗബ്രി മിണ്ടുന്നില്ല. ഗബ്രിയുടെ കാര്യം മാത്രം നോക്കി നടക്കുകയാണ്. ഗബ്രിയുടെ പിന്നാലെ തന്നെ ജാസ്മിനും പോകുകയാണ്. ഗബ്രി നേരെ ഗാർഡൻ ഏരിയയിലേക്കാണ് പോകുന്നത്. ഗബ്രി ജാസ്മിനെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഗാർഡൻ ഏരിയയിലെ സോഫയിൽ പോയിരിക്കുന്ന ഗബ്രിയോട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നമെന്ന്. ഗബ്രി ഒന്നും തന്നെ മിണ്ടുന്നില്ല. എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടെങ്കിൽ നീ പറ, ഞാൻ തിരിച്ചൊന്നും തന്നെ പറയില്ല. എന്നാൽ ഗബ്രി ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യാതാണ് ഇരിക്കുന്നത്. ജാസ്മിൻ ഒഴിഞ്ഞു പോകില്ലെന്ന് മനസ്സിലായപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാനില്ല. സോഫയിൽ നിന്ന് ഇറങ്ങി നിന്നുകൊണ്ട് ജാസ്മിൻ ഗബ്രിയുടെ കൈയും കാലുമെല്ലാം പിടിച്ച് പറയുന്നുണ്ട്, എന്താടാ നിന്റെ പ്രശ്നം, പറ മോനെ. അത് കേട്ടപ്പോൾ തന്നെ ഗബ്രിക്ക് ദേഷ്യം വന്നു. ഗബ്രി പറയുന്നുണ്ട്, വേണ്ട, ഇതൊന്നും വേണ്ട, എനിക്കൊന്നും തന്നെ പറയാനുമില്ല, നീ നിന്റെ കാര്യം നോക്കിപ്പോ. അപ്പോൾ ജാസ്മിൻ പറയുന്നത്, എനിക്ക് നിന്നോടുള്ള ഇഷ്ടത്തിന് യാതൊരു കുറവുമില്ല, യാതൊരു പ്രശ്നവുമില്ല. ഇന്നലെ ഞാൻ നിന്റെ അടുത്ത് വരാതിരുന്നത് നിനക്ക് ചിലപ്പോൾ ഞാൻ അടുത്തു വരുന്നത് ഇഷ്ടമല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. നീ ഒന്ന് ഫ്രീ ആയി നടന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ന് രാവിലെയായിട്ടും നിനക്ക് മാറ്റമൊന്നുമില്ല. നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ പറ എന്ന് നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ. പെട്ടെന്ന് ഗബ്രിക്ക് ദേഷ്യം വന്നപ്പോൾ എനിക്കൊന്നും നിന്നോട് പറയാനില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. എന്നാലും ജാസ്മിൻ വിടാൻ തയ്യാറല്ല. ഞാൻ കല്ല് പോലെ ഇരിക്കുന്നു എന്ന് കരുതി എൻ്റെ മനസ്സൊരിക്കലും കല്ലാക്കാൻ എനിക്ക് സാധിക്കില്ല ഗബ്രി എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. എന്നാൽ എനിക്ക് നിൻ്റെ ഒരു സഹായവും വേണ്ടെന്നും ഞാനായിട്ട് നിൻ്റെ അടുക്കൽ ഒരു സഹായത്തിനും വരില്ലെന്നും എൻ്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ടെന്നും നീ നിൻ്റെ കാര്യം നോക്കിപ്പോ ജാസ്മിൻ എന്നും ഗബ്രി പറയുന്നു. കിച്ചൺ ഡ്യൂട്ടിയിലാണ് ജാസ്മിൻ. ഡ്യൂട്ടിയുള്ള എല്ലാവരും അവിടെയുണ്ട്. ജാസ്മിൻ മാത്രം അവിടെയില്ല. ഇത് കണ്ട് ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. അവർ പറയുന്നത്, സംസാരമൊക്കെ പിന്നെ ആവാം, ആദ്യം വന്ന് പണിയെടുക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ജാസ്മിൻ പറയുന്നത്, ഇന്നലെ മുഴുവനും ഞാൻ അവനോട് സംസാരിച്ചിട്ടില്ല, കുറച്ചു നേരമെങ്കിലും ഞാൻ സംസാരിച്ചോട്ടെ എന്നാണ്. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, നീ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ ഒന്ന് പോകാമോ, പോയി പണിയെടുക്കുന്നു. അപ്പോഴും ജാസ്മിൻ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ക്യാപ്റ്റൻ്റെ നിർദ്ദേശപ്രകാരം ജാസ്മിന് കിച്ചണിലേക്ക് തന്നെ പോകേണ്ടി വന്നു.